കഴിഞ്ഞ 22-ാം തീയതി കൃത്യമായി പറഞ്ഞാൽ 16-ാം നാൾ തിരിച്ചടി അത് പാകിസ്ഥാന്റെ സംരക്ഷണയിലുള്ള അല്ലെങ്കിൽ പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങളിൽ പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ നിഴലിൽ നിന്ന് കളിക്കുന്ന ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുന്ന ഇന്ത്യൻ സൈന്യത്തിന് നേരെ, ഇന്ത്യൻ ജനങ്ങൾക്ക് നേരെ, പൗരന്മാർക്ക് നേരെ, കശ്മീരിലാകെ അവിടുത്തെ സാമൂഹ്യ സാഹചര്യത്തെ അസന്തുലിതമാക്കാൻ ശ്രമിക്കുന്നവർക്ക് കൃത്യമായ മറുപടി കൊടുക്കുകയാണ് ഇന്ത്യൻ സൈന്യം. അത് മിസൈൽ ആക്രമണത്തിന്റെ രൂപത്തിലാണ് ഇത്തവണ. അതും കൃത്യമായി ലക്ഷ്യത്തിലേക്ക് എത്തി എന്നതാണ് ഇന്ത്യൻ സേന വരുന്ന ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് പുറത്തുവിടുന്നത്. വിശദമായ വിവരങ്ങൾ ഇന്ന് പുറത്തുവിടും. അതൊരു മീഡിയ ബ്രീഫിംഗ് തന്നെ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ അത് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നാവാം, അല്ലെങ്കിൽ സൈനിക മേധാവികളുടെ ഭാഗത്തു നിന്നാവാം. ഏതു തരത്തിലായാലും ഇപ്പോൾ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായി ഇന്ത്യൻ സൈന്യം ഉറപ്പിച്ച് പറയുന്നു. അത് പാക് മാധ്യമങ്ങളും പറയുന്നുണ്ട്. പാക് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നത് മറ്റൊരു നെറേറ്റീവാണ്. അവിടെ കാഷ്വാലിറ്റി ഉണ്ടായതുമായി ബന്ധപ്പെട്ടുള്ള നെറേറ്റീവുകളൊക്കെ പാക് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇന്ത്യൻ സൈന്യം ഭീകര കേന്ദ്രങ്ങൾ തന്നെ, അതും ഒരു സിവിലിയൻ അല്ലെങ്കിൽ മിലിറ്ററി കാഷ്വാലിറ്റിയും ഇല്ലാതെ, പാക് സൈനികരെ ലക്ഷ്യം വെക്കാതെ പാക് ഭീകരരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് നടന്നതെന്ന് ഇന്ത്യൻ സേന കൃത്യമായി പറയുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ തുടരുന്നുണ്ട്. ശ്രീനാഥ്, അറബിക്കടലിൽ നമ്മൾ കണ്ടതാണ്, മുഖാമുഖം നിൽക്കുകയാണ് അങ്ങനെ നാവികസേന. അവിടെ ഒരു അടി അല്ലെങ്കിൽ അവിടെ ഒരു ആക്ഷനാണ് ആദ്യം പ്രതീക്ഷിച്ചത്. ഇനി നാവികസേനയുടെ ഭാഗത്തു നിന്നാവാം കഴിഞ്ഞ മുൻപ് ഉള്ള ഭീകരാക്രമണങ്ങൾക്കൊക്കെയുള്ള മറുപടികൾ, മിന്നലാക്രമണമൊക്കെ നമ്മൾ കണ്ടത് കരസേനയുടെ ഭാഗത്തു നിന്നും വ്യോമസേനയുടെ ഭാഗത്തു നിന്നുമാണെങ്കിൽ ഇനി നാവികസേനയായിരിക്കാം ഇതിന് മറുപടി കൊടുക്കുക എന്ന് കരുതിയതാണ്. അവിടെ പക്ഷേ മിസൈൽ മാർഗം തന്നെ ഇപ്പോൾ ആക്ഷൻ ഉണ്ടായിരിക്കുന്നു, അല്ലേ ബൽറാം? തീർച്ചയായും ഗോകുൽ, ശക്തമായ ഒരു തിരിച്ചടി പാക് അധീന കശ്മീരിലെ ഭീകരവാദത്തിനെതിരെ ഇന്ത്യ വീണ്ടും നൽകിയിരിക്കുന്നു. 9 ഇടങ്ങളിൽ പാകിസ്ഥാനിലെ പാക് അധീന കശ്മീരിലെ 9 ഇടങ്ങളിലെ ഭീകരവാദി കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന് ഔദ്യോഗികമായി തന്നെ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇത് ഭീകരവാദ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചാണെന്നും മറ്റ് ഇടങ്ങളെ ബാധിക്കാത്ത രീതിയിൽ വളരെ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു മിന്നലാക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നുമാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇതിൽ സൈനിക താവളങ്ങളെ തങ്ങൾ ലക്ഷ്യം വെച്ചിട്ടില്ല എന്നും മറിച്ച് പാക് അധീന കശ്മീർ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഭീകര താവളങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയത് എന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. ഈ ആക്രമണത്തിൽ ഉത്തരവാദിത്തം, അതായത് പഹൽഗാം ഭീകര ആക്രമണത്തിന്റെ ഉത്തരവാദിത്തമുള്ള ഭീകരർ അവർ ഒളിഞ്ഞിരിക്കുന്ന താവളം ലക്ഷ്യമാക്കിയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം, ഒരു മിന്നലാക്രമണം കൂടി പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. അത് ആര് നടത്തും ഇത്തരത്തിലൊരു ആക്രമണം എന്നുള്ളത് ഗൂഗിൾ സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ കാത്തിരുന്ന ഒരു വിഷയമായിരുന്നു. കാരണം ആദ്യ ആക്രമണം നടത്തിയത് കരസേനയും രണ്ടാമത് ബലാക്കോട്ടിലെ വ്യോമാക്രമണം വ്യോമസേനയും നടത്തിയ ഒരു പശ്ചാത്തലത്തിൽ ഇത്തവണ ഊഴം നാവികസേനയുടേതായിരിക്കുമോ എന്ന് എല്ലാവരും കാത്തിരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നാവികസേനയുടെ പടക്കപ്പലുകൾ ഈ അറബിക്കടലിൽ ശക്തി തെളിയിച്ചുകൊണ്ടുള്ള നിരവധി പ്രകടനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. ഒപ്പം ഈ ആക്രമണത്തിന്റെ ദൗത്യം ഏറ്റെടുക്കുന്നത് തങ്ങളാകും എന്ന സൂചന നൽകുന്ന തരത്തിൽ ഒരു ലക്ഷ്യവും ഒരു ദൗത്യവും വിദൂരമല്ല എന്ന ആപ്തവാക്യവുമായി നാവികസേന തങ്ങളുടെ തയ്യാറെടുപ്പുകളുടെ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു. എന്നാൽ മിസൈലിലൂടെയാണ് ഈ പാക് അധീന കശ്മീരിലെ ഭീകരവാദി കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ഇന്ത്യ മിന്നലാക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായ വിശദാംശങ്ങൾ വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ വിശദീകരിക്കും എന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. പാക് അധീന കശ്മീരിലെ 9 കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കടുത്ത നടപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വീണ്ടും ഉണ്ടായിരിക്കുന്നത്. അത് ഭീകരവാദ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്.
ബഹവൽപൂരിൽ പാക് അധീന കശ്മീരിലെ ബഹവൽപൂരിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പൊട്ടിത്തെറി ഉണ്ടായതായുള്ള സ്ഥിരീകരണം പുറത്തു വന്നിട്ടുണ്ട്. മറ്റ് 8 ഇടങ്ങൾ എവിടെ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണ വിവരങ്ങളും വാർത്താ സമ്മേളനത്തിലൂടെ വിശദീകരിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നു. പാക് അധീന കശ്മീരിൽ ഇത്തരത്തിൽ ഒരു നടപടി പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നുള്ളതാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പാകിസ്ഥാനിലെ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത്. മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് പാക് അധീന കശ്മീരിലേക്ക് കൂടുതൽ സേനാ നീക്കം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ മേഖലയിൽ നിന്നുള്ള സ്ഥാപനങ്ങൾ, സ്കൂളുകളും മദ്രസകളും അടക്കമുള്ളവ അനിശ്ചിതകാലത്തേക്ക് അടയ്ക്കുകയും ബാങ്കുകൾ ഉൾപ്പെടെയുള്ളവ പ്രവർത്തനം നിർത്തുകയും ചെയ്തിരുന്നു. ഈ മേഖലയിലെ ജനങ്ങളെ ഉൾപ്പെടെ സൈനിക പരിശീലനം പാകിസ്ഥാൻ നടത്തിയിരുന്നു. ഇത്തരത്തിൽ ഈ തയ്യാറെടുപ്പുകൾ എല്ലാം, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകും എന്ന പ്രതീക്ഷ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്നാൽ പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ടാണ് അതിനപ്പുറത്തേക്ക് കടുത്ത ഒരു നടപടി ഭീകരവാദ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വീണ്ടും ഒരു മിന്നലാക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് ഭീകരവാദ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചായിരുന്നു എന്നും പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ ഭീകരർ അവർ ഒളിച്ചിരുന്ന താവളങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഈ ഓപ്പറേഷൻ എന്നുമാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഗൂഗിൾ ബൽറാം, കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇന്ത്യയുടെ നയതന്ത്രപരമായ ഇടപെടലുകൾ, ഇന്ത്യ കരാറുകൾ പിൻവലിച്ചതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ പാകിസ്ഥാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതിനിടയിൽ ഇങ്ങനെ ഒരു തിരിച്ചടി, അതോ ഓരോ നിമിഷവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോന്നിലും അവരുടെ മന്ത്രിമാരുടെ അടക്കം പ്രതികരണങ്ങൾ വരുമ്പോൾ ആ ആശങ്ക അവർക്കുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്ത്യ ഇങ്ങനെ ഒരു അർദ്ധരാത്രി ആക്രമണം, ഒരു ഓപ്പറേഷൻ സിന്ദൂർ, ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്ത്യൻ സേനയും ഇന്ത്യൻ ജനതയാകെയും കാത്തിരുന്നൊരു തിരിച്ചടിയാണെങ്കിൽ പോലും ഈ മോക്ക് ഡ്രില്ലിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അതിന് ശേഷമായിരിക്കുമെന്നാണ് കരുതിയത്. അതിനു മുന്നേ കടന്നടിച്ചിരിക്കുന്നു. തീർച്ചയായും ഗൂഗിൾ, അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയാണ് ഇന്ത്യ ഈ ഭീകരവാദത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാക് മണ്ണിലേക്ക് നടത്തിയിരിക്കുന്നത്. ഇന്ത്യ ഇന്ന് രാവിലെ മുതൽ ഒരു പരിശീലനം, വ്യോമസേനയുടെ പരിശീലനം രാജസ്ഥാനിൽ നടത്തും എന്ന് പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലത്തിൽ അതൊരു തയ്യാറെടുപ്പ് മാത്രമായാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. പ്രത്യേകിച്ച് രാജസ്ഥാൻ അതിർത്തി മേഖലയിൽ ഒരു വലിയ ഒരു പരിശീലനം, അഭ്യാസ പ്രകടനമാണ് പ്രഖ്യാപിച്ചിരുന്നത്. അതിന്റെ ഭാഗമായുള്ള നോ ഫ്ലൈ സോൺ പ്രഖ്യാപനം ഉൾപ്പെടെയുള്ളവ പുറപ്പെടുവിച്ചിരുന്നു. അത് ഒരു തയ്യാറെടുപ്പ് എന്ന നിലയിൽ വിലയിരുത്തിയിരുന്നു എങ്കിൽ അതിനപ്പുറത്തേക്ക് ഉടൻ, അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം ഒരു നടപടി ഒരു ഘട്ടത്തിലും പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അത് അനുസരിച്ചുള്ള പ്രതികരണമോ അല്ലെങ്കിൽ വാക്കാലുള്ള പ്രതികരണമോ സൈനികമായ പ്രതികരണമോ അല്ല കഴിഞ്ഞ മണിക്കൂറുകളിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കണ്ടത്. മറിച്ച് ഇത്തരത്തിൽ ഒരു ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കുകയും തുടർന്ന് ഡാമിലെ ഷട്ടർ ആദ്യഘട്ടത്തിൽ അടച്ചിടുകയും പിന്നീട് അപ്രതീക്ഷിതമായി തുറന്നുവിടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യ. ഇതുമായി ബന്ധപ്പെട്ട പ്രളയ മുന്നറിയിപ്പ് ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട് പാകിസ്ഥാനിൽ. അതുകൊണ്ട് തന്നെ ഉടൻ ഇന്ന് അർദ്ധരാത്രി ഒരു തിരിച്ചടി, അത് പാകിസ്ഥാൻ ഒരു ഘട്ടത്തിലും പ്രതീക്ഷിച്ചതല്ല. അതാണ് ഈ ഇന്ത്യൻ സൈന്യം നടപ്പാക്കിയിരിക്കുന്നത്. പാക് അധീന കശ്മീരിലെ 9 ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയിരിക്കുന്നത്. അത് കൃത്യമായി തന്നെ ഈ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സൈനിക താവളങ്ങളോ മറ്റിടങ്ങളോ ബാധിക്കാത്ത രീതിയിലാണ് ഈ ഓപ്പറേഷൻ നടപ്പാക്കിയത് എന്നുമാണ് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. കൃത്യമായി തന്നെ പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു അർദ്ധരാത്രി ഓപ്പറേഷനാണ് ഇന്ത്യയുടെ രണ്ടാമതും നടത്തിയിരിക്കുന്ന ഈ മിന്നലാക്രമണം എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. ഗോകുൽ.